ഹലോ കൂട്ടുകാരെ, ഇത് നിങ്ങളുടെ ഹിമയാണ്. നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവുകയാണ്. ഒരു ഫുൾ ഡേ ട്രിപ്പാണ്. പല സ്ഥലങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഡോണഗൽ വാട്ടർ ബസ്, അതായത് നമ്മുടെ ബോട്ട്, ഇവിടെ വാട്ടർ ബസ് എന്നൊക്കെ പറയും. അങ്ങനെയാണ് നമ്മളവിടെ ഒരു ടൈം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പറഞ്ഞൊരു സമയത്തിന് ഒരു 5 മിനിറ്റിന് എത്തി. കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവുന്ന പ്രതീക്ഷയെ, പക്ഷേ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഞങ്ങളൊരു ഫാമിലിയും പിന്നെ വേറൊരു ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ 2 ഫാമിലി കൂടിയാണ് പോയത്. ഉള്ളിൽ ബോട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് വെറുതെ നമ്മൾ കൊച്ചിയിലൊക്കെ കാണൂലേ അതുപോലത്തെ ഒരു ബോട്ടാണെന്ന് വിചാരിച്ചത്. പക്ഷെ അതങ്ങനെയല്ല കേട്ടോ. ഉള്ളിൽ ഏകദേശം നമ്മുടെ ഹൗസ് ബോട്ടൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് അല്ല. പക്ഷെ എന്നാലും ഉള്ളിൽ ഇങ്ങനെ അത്യാവശ്യം നടക്കാനും അങ്ങനത്തെ ഒരു ഫുള്ള് കവറിങ്ങും അങ്ങനത്തെ ഉള്ളൊരു സെറ്റപ്പായിരുന്നു. അവിടെ കുറച്ച് പേര് എന്താ പറയുക, അതിനെക്കുറിച്ച് പറഞ്ഞു തരാനും ഹിസ്റ്ററീസ് കാര്യങ്ങൾ, അതായത് നമ്മൾ പോണ സ്ഥലത്തിൻ്റെ ഹിസ്റ്ററീസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ ആളിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്തായാലും മുകളിലേക്ക് കയറി പോയി നോക്കാമെന്ന് വിചാരിച്ചു. മുകളിലൊക്കെ എങ്ങനെയാണ് അങ്ങനെയുള്ളതിൽ മുകളിലേക്ക് കയറി. പക്ഷെ നല്ല ക്ലൈമറ്റ് അത്യാവശ്യം നല്ലതായിരുന്നെങ്കിൽ പോലും നമ്മൾ ഈ കായലും ഇതൊക്കെ അല്ലേ, അപ്പോൾ അത്യാവശ്യം കാറ്റുണ്ടായിരുന്നു. അങ്ങനെ മുകളിലേക്ക് കയറി. മുകളിൽ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല വ്യൂ ആയിരുന്നു. മുകളിൽ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു. മുകളിൽ കുറച്ച് നേരം നിന്നു, കുറേ ഫോട്ടോസൊക്കെ എടുത്തത് അപ്പോഴായിരുന്നു. പിന്നെ താഴേക്ക് പോകാന്ന് വെച്ചു. കാറ്റ് ഇച്ചിരി കൂടി. ബോട്ട് എടുത്തപ്പോൾ കാറ്റ് കൂടി. ഇറങ്ങിയപ്പോൾ എനിക്ക് നല്ല പേടിയായിട്ടോ. കണ്ടോ, നല്ലൊരു വെള്ളച്ചാടറ പോലെ ഇല്ലേ. അപ്പോൾ എനിക്ക് കുറച്ച് പേടിയായി. പതുക്കെ പിടിച്ച് ഇറങ്ങി. അവിടെ ഉള്ളിൽ തന്നെ ചെറിയൊരു കഫേ പോലെ ഇട്ടായിരുന്നു. കുറേ ഫുഡൊന്നുമില്ല, ജസ്റ്റ് ടീ കോഫി അങ്ങനത്തെ അവരെ വെറൈറ്റി ഓഫ് ടീസ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചിപ്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ. നമ്മളൊരു ടീ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുടിച്ച് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ അവരൊരു ബൈനോക്കുലർ വന്നു കേട്ടോ. അതിക്കൂടെ നല്ല വ്യൂ ഉണ്ടായിരുന്നു. ശരിക്കും നമ്മുടെ നാട്ടിലെ ബൈനോക്കുലറൊക്കെ പോലെയല്ല, നല്ലൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഈ മനുഷ്യർ ഇവിടെ ഇരുന്ന് കുറേ പാട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊന്നും ശ്രദ്ധിച്ചില്ല. ഞാൻ പുറത്തെ വ്യൂ ആയിരുന്നു കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. അങ്ങനെ വേഗം തിരിച്ചെത്തിയ പോലെ തോന്നി കേട്ടോ. കാരണം ഒരു 1 hour എടുത്തു, പക്ഷെ എന്നാലും 1 hour വേഗം പോയ പോലത്തെ ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ സംസാരിച്ചു, പുറത്തെ വ്യൂ ഒക്കെ കണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് വേഗം സമയം കഴിഞ്ഞ പോലെ തോന്നി. അങ്ങനെ ഒരു ബോട്ട് ഒക്കെ അടുപ്പിച്ചു. അവിടെ എല്ലാവരും നമ്മളോട് താങ്ക് യു ഒക്കെ പറഞ്ഞു, ബായൊക്കെ പറഞ്ഞു നമ്മൾ വിട്ടു. എനിക്ക് അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയി തോന്നി. അതായത് ഫാമിലിയൊക്കെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 1 hour നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയി തോന്നി. പിന്നെ അതിനുശേഷം നമ്മൾ വേറൊരു ഡെസ്റ്റിനേഷനിലേക്ക്, അതായത് കിള്ളിബെഗ്സ്, ഇവിടുത്തെ നമ്മുടെ ഫോർട്ട് കൊച്ചി അങ്ങനെ പറയാം, ഹാർബറും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണിത്. ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ പോയാണ് കേട്ടോ. നല്ല വിശക്കുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു റെസ്റ്റോറൻറ്റ് നോക്കി സെലക്ട് ചെയ്തതാണ്. ഇവിടുത്തെ സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണിത്. അത്ര വലിയ റെസ്റ്റോറൻറ്റ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മൾ കറക്റ്റ് തുറക്കണ സമയത്ത് തന്നെ വന്നു. 12 മണിക്ക് ഓപ്പണിങ്, കറക്റ്റ് 12 മണിക്ക് തന്നെ എത്തി. അതുകൊണ്ട് തന്നെ വലിയ തിരക്കുണ്ടായിരുന്നില്ല. നമ്മളെ നാട്ടിലെ പഴംപൊരി, അതിന് പകരം ഇവിടെ കിട്ടുന്ന വേറൊരു ഐറ്റമാണ് ഫിഷ് പഴംപൊരിയാക്കി തരും. അതായത് ഫിഷ് ഈ സാധനത്തിൽ ബാറ്ററൊക്കെ ഇട്ടിട്ട് അവർ പൊരിച്ച് തരും. അങ്ങനെയാണ്. അങ്ങനത്തെ കുറേ സാധനങ്ങൾ, അതായത് ചെമ്മീൻ അങ്ങനെ പൊരിച്ച് തരും. അങ്ങനെ കുറേ ഇവിടുത്തെ ടൈപ്പ് കുറേ ഫിഷ് അങ്ങനെ പൊരിച്ച് തരും. പിന്നെ ഫിഷിൻ്റെ ഐറ്റംസാണ് നമ്മൾ ഇവിടെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഫിഷിൻ്റെ ഐറ്റംസാണ് കൂടുതൽ ഓർഡർ ചെയ്തത്. അതൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയി. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ സ്ലീവ് ലീഗ് ക്ലിഫാണ്. അതിലേക്ക് പോകാനായിട്ട് നല്ല എത്തിയതിന് ശേഷം ആ ഡെസ്റ്റിനേഷനിൽ നിന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് നല്ല ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബസ്സിനാണ് പോയത്. ബസ്സിൻ്റെ സൈഡ് വ്യൂ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടും ഇനിയും നടക്കാനുണ്ട് മുകളിലേക്ക് കുറേ. എന്നാലും ഒരുവിധമൊക്കെ നമ്മൾ നടന്നു. നല്ല വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സീനറി ഒക്കെ കാണില്ലേ, ഈ എന്താ പറയുക, സിസ്റ്റത്തിലും അതുപോലെ തന്നെ നോട്ട്ബുക്കിൻ്റെ ബാക്കിലൊക്കെ പണ്ടത്തെ സീനറി കാണില്ലേ, അതുപോലത്തെ ഒരു വ്യൂ ആണ് കേട്ടോ. കടൽ അറ്റെത്തുമ്പോൾ ഒരു ഡാർക്ക് ബ്ലൂവിൽ നിന്ന് സ്കൈ ബ്ലൂ ആ ഒരു കളറിലേക്ക് 2 കളർ ചേഞ്ച് കാണാൻ പറ്റും. അതാണ് ഇതിലെ ഏറ്റവും നല്ലൊരു വ്യൂ ആയിട്ട് എനിക്ക് തോന്നിയത്. മുകളിൽ അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പോലും ഞങ്ങൾ അത്യാവശ്യം അവിടെ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് താഴേക്ക് ഇറങ്ങിയത്. താഴെ ഒരു ചെറിയൊരു കഫേ പോലെ സെറ്റപ്പ് ഉണ്ടായിരുന്നു. അത്യാവശ്യം തിരക്കുള്ളൊരു, നമ്മൾ വീക്കെൻഡ് ഒന്നല്ല പോയത്, പക്ഷെ എന്നിട്ട് പോലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വന്നപ്പോഴത്തേനും ബസ് കിട്ടി. അതുകൊണ്ട് വേഗം അവിടെ നിന്ന് ഇതാക്കാൻ പറ്റി. കാരണം അവിടെ നിന്ന് കാറ്റ് കൊള്ളേണ്ട ഒരു ഇത് വന്നില്ല. വേഗം തന്നെ ബസ് കിട്ടി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്.
അപ്പോഴാണ് മനസ്സിലായത് ദൈവമേ വഴി തെറ്റുമോയെന്ന് ഒരു സംശയം തോന്നിപ്പോയി. അത്രയും ഉടുക്ക് വഴി കൂടെയാണ് ഈ വൃത്തികെട്ട വാട്ടർഫോൾ കാണാൻ വന്നത്. എന്താ പറയുക, ഒരു ചെളി വെള്ളം ഒലിച്ചു പോകുന്നൊരു സെറ്റപ്പായിരുന്നു വാട്ടർഫോള്. എനിക്ക് അത്രയ്ക്കൊരു ഇതായിട്ട് തോന്നിയില്ല. എന്നാലും കുഴപ്പമില്ല, ബാക്കിലായൊരു വ്യൂവും സൈഡൊക്കെ രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നല്ലൊരു ബീച്ചിലേക്കാണ് കേട്ടോ പോയേ. ബീച്ചിലേക്ക് പോകാനുള്ള വഴിയായാലും നല്ലൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ലൊരു എന്താ പറയുക, അപ്പുറത്തും നമ്മളാ അപ്പുറത്തും പുല്ലും നടിക്കൂടെ ഒരു ചെറിയ വഴിയായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ബീച്ച് അങ്ങ് അട്ടത്താണ് കിടക്കണം. ഇവിടെ ഫുള്ള് മണലുണ്ടായൊരു സംഭവം. നമ്മളിപ്പോൾ കടലിലേക്ക് പോകണമെങ്കിൽ കുറേ നടക്കണം. ഞങ്ങൾ കുറച്ചൊക്കെ നടന്ന് കടലിലേക്ക് പോകാനുള്ളൊരു ഇതിൽ തന്നെയായിരുന്നു. പിന്നെ അതിനുള്ളിൽ ഗുഹ കണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗുഹ കണ്ടപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലൊക്കെ കയറി നോക്കി. പ്രത്യേകിച്ചൊന്നുമില്ല, ഉള്ളിൽ നല്ല തണുപ്പാണ്. അതുകൊണ്ട് കുറേ നേരം നിന്നില്ല. പതുക്കെ നടന്ന് ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ബീച്ചിൻ്റെ സെറ്റപ്പിക്ക് നടക്കാനായിട്ട് കുറേ, പക്ഷെ അവിടെ എത്തിയിട്ട് ബീച്ചിൽ കുറേ നേരമൊന്നും കളിക്കാൻ പറ്റില്ല. എന്നാലും കുറച്ച് നേരം കളിക്കാൻ പറ്റി, കാരണം വേലിയേറ്റം ഉണ്ടായിരുന്നു നന്നായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ബീച്ചിൽ കളിച്ചുള്ളൂ. നല്ല അത്യാവശ്യം ക്ലൈമറ്റ് നല്ലതായതുകൊണ്ട്, നല്ല ബീച്ചിൽ വെള്ളത്തിന് അധികം തണുപ്പില്ലാത്തതുകൊണ്ട് നമുക്ക് നന്നായിട്ട് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റി. പിള്ളേർക്കൊക്കെ അത്യാവശ്യം നല്ല ഇഷ്ടമായി. ബീച്ച് തന്നെയാണ് ഇവിടെ ഫുള്ളും കൂടുതൽ സ്ഥലങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊരു ഇതായിട്ടൊന്നും തോന്നിയില്ല. എന്നാലും ബീച്ചിലൊക്കെ പോയി അതിന് തിരിച്ച് വന്ന് നമ്മൾ ദേ റെസ്റ്റോറൻറ്റ് ചെയ്ത് ഫുഡ് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു തിരിച്ച് ദേ വീട്ടിലേക്ക് പോകാം കേട്ടോ. നല്ല ടയേർഡ് ഉണ്ടായിരുന്നു, പക്ഷെ ഒരു നല്ല സ്പെൻഡ് ചെയ്തൊരു ഡേ ആണ് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ഡേ ആയിരുന്നു. അപ്പോൾ ശരി, ടാറ്റാ.